കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോഷൂട്ടുകൾ, അതുപോലെ തന്നെ ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി എന്നൊക്കെ. ജീവിതത്തിൽ ആകെ ഒരു കല്യാണമാണ് നടക്കുക. എല്ലാ കാലത്തും ഓർത്തു വെക്കാൻ പാകത്തിന് ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, സേവ് ദ ഡേറ്റ് ഒക്കെ നടത്തുമ്പോഴേക്ക് അത് പാടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഖുർആനിലോ ഹദീസിലോ സന്തോഷിക്കാൻ പാടില്ല, ആഹ്ലാദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാം സന്തോഷങ്ങൾക്ക് എതിരാണ് എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ ഇത്തരം ഇടപെടലുകൾ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ തൊട്ടു മുമ്പേ മ്യൂസിക് പറഞ്ഞ സമയത്ത് അത് ഉപയോഗിച്ചിരുന്ന ഒരു സന്ദർഭം സന്തോഷത്തിൻ്റെ ഒരു സന്ദർഭമായിരുന്നു. അപ്പം ഇതും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇസ്ലാം ഒരിക്കലും സന്തോഷത്തെ എതിർക്കുന്ന മതമല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ മേഖലകളിലും നമുക്ക് ഒരു അതിർവരമ്പ് നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ അതിർവരമ്പ് കടക്കുന്ന രീതിയിലാകരുത് നമ്മളുടെ ആഘോഷങ്ങളൊന്നും. ഇപ്പോൾ സേവ് ദ ഡേറ്റ് ആലോചിക്കുക, ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മറ്റുള്ള വീഡിയോയിലൊക്കെ അല്ലാട്ടോ ഞാൻ പോകുന്നത്. ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നു, അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നു. അത് അയച്ചു കൊടുക്കുന്ന സമയത്ത് അയാൾക്കത് ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. മുമ്പ് കാലഘട്ടങ്ങളിൽ അതൊരു കല്യാണക്കുറിയായി കല്യാണക്കത്തൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന സംഗതികൾ നമുക്ക് പല വീടുകളിൽ നോക്കിയാൽ അറിയാം. ഒരു കമ്പി ഇട്ടിട്ട് അതിൻ്റെ മേലെ തൂക്കിയിട്ടുണ്ടാവും കല്യാണക്കത്തുകൾ. കഴിഞ്ഞാൽ അതെടുത്ത് ഒഴിവാക്കുകയും ചെയ്യും. അതേപോലെയുള്ള ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി സേവ് ദ ഡേറ്റ് ആണ് എന്നുള്ളത്, ആ ഡേറ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ, ഓർമ്മയാക്കി വെക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുന്നുണ്ട്. പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ നിക്കാഹിന് മുമ്പ്, അതല്ലെങ്കിൽ വിവാഹം നടക്കുന്നതിന് മുമ്പ് ഇരുവരുടെയും ഫോട്ടോ വെച്ച് അങ്ങനെ കൊടുക്കുന്നതിൽ അപകടമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. അങ്ങനെ ഒരു സേവ് ദ ഡേറ്റ് ആണെങ്കിലും മറ്റേതെങ്കിലും സംഗതിയാണെങ്കിലും അത് നൽകുന്നതിൽ അപകടമുണ്ട്. വേറൊന്ന്, ഇതിനൊക്കെ നിരുപാധികം ഹറാമാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലേക്ക് വരുന്ന കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, ധൂർത്ത് ഒരു കാരണമായി വന്നേക്കാം. പലപ്പോഴും പല സംഗതികളിലും വിവാഹവുമായി ബന്ധപ്പെട്ട് മിഠായി കൊടുക്കുന്ന മേഖലയിൽ പോലും ഇപ്പോൾ വളരെ വലിയ ധൂർത്തുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. രണ്ടാമത്തേത്, എൻഗേജ്മെൻറ്റുകളിൽ പോലും വലിയ വിവാഹത്തെക്കാൾ വലിയ ചെലവുകൾ വരുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ. മുബദ്ദിരീങ്ങളായ ആളുകൾ, അമിതമായി ചെലവഴിക്കുന്ന ആളുകൾ, അവർ പിശാചിൻ്റെ സഹോദരന്മാരാണ് എന്ന് ഖുർആൻ പറയുന്ന സമയത്ത് അമിത വ്യയത്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അവിടേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നെ ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അണിഞ്ഞൊരുങ്ങി ഏറ്റവും നല്ല രൂപം മാത്രം ജനങ്ങളെ കാണിക്കുന്ന ഒരു സാഹചര്യം കൂടി സ്ത്രീയുടേതാണെങ്കിലും പുരുഷൻ്റേതാണെങ്കിലും അത് കടന്നു വരുന്നുണ്ട്. അതുപോലെ തഖറബു സിന എന്നുള്ള ആയത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം കൂടിയാണ്. ഇങ്ങനെ പല കാരണങ്ങളാൽ നമ്മൾ അതിൽ നിന്നും മാറി നിൽക്കേണ്ടവരാണ്. എന്നാൽ വളരെയധികം ശ്രദ്ധിക്കുകയും ഈ കാരണങ്ങളൊന്നുമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ മറ്റൊരാൾക്ക് നമ്മളുടെ ഒരു വിവാഹം നടക്കുന്ന ഒരു തീയതി ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കി അയക്കുന്നതിനെയൊന്നും ഇസ്ലാം വിരോധിക്കുന്നുമില്ല, അതിനൊരു തെറ്റായിട്ട് കണക്കാക്കുന്നുമില്ല. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവാഹത്തിന് മുമ്പ് ഒരുമിച്ചുള്ള സമ്പർക്കങ്ങൾ, ഭാവിയിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളാണ്. എന്നാൽ നമുക്ക് ഒരുമിച്ചുള്ള സമ്പർക്കങ്ങളിലൂടെ, ഫോട്ടോഷൂട്ടുകളിലൂടെ ഒക്കെ ഒന്ന് ഓർമ്മയാക്കി വെക്കാൻ പോകാമല്ലോ എന്നുള്ളതാണ്. ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം കളറാക്കാൻ പറയുന്നത് വിവാഹത്തിന് ശേഷമുള്ള ജീവിതമാണ്, വിവാഹത്തിന് മുമ്പുള്ള ജീവിതങ്ങളല്ല. അതിനു മുമ്പേ ആണും പെണ്ണും തമ്മിൽ അനുവദിക്കപ്പെട്ടുള്ളത് ഖിത്ബത്ത് മാത്രമാണ്. ഖിത്ബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കാണുക എന്നുള്ളതാണ്. ആ സമയത്ത് പെണ്ണിനെ കാണുക തന്നെ വേണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്വഹാബി ഇതേപോലെ വിവാഹം കഴിക്കാൻ പോകുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നീ ആ പെണ്ണിനെ നോക്കിയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്. അത്രയാണ് അനുവദിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതിനപ്പുറത്തേക്കുള്ളതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ആണ് നമ്മൾ വേണ്ടത് എന്നാണ് ഇതായിട്ട് സൂചിപ്പിക്കാനുള്ളത്.